നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ആ കാറ് കിടക്കുന്ന ഭാഗമാണ് പ്രധാന റോഡ്, പ്രധാന ബസ് റൂട്ട്. ആ ബസ് റൂട്ടിൽ നിന്നും 20 മീറ്റർ മാത്രം ഡിസ്റ്റൻസിൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പുതിയ മോഡൽ, പുതിയ രീതിയിലൊക്കെ ഡിസൈൻ വർക്ക് നടത്തിയിട്ടുള്ള വീടിൻ്റെ ഫ്രണ്ട് എലിവേഷൻ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് പൂർണ്ണമായും മനസ്സിലാകും. ചുറ്റും കോമ്പൗണ്ട് വാള്, ഗേറ്റ്, കാർ പാർക്കിംഗ് സൗകര്യം, വറ്റാത്ത കിണറോട് കൂടിയ, അതുപോലെ തന്നെ വീടിൻ്റെ മുറ്റത്ത് നാച്ചുറൽ സ്റ്റോൺ, ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ ആയിട്ടുള്ള ഈ പുതിയ വീടിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ സ്പേസുകളും, വീടിൻ്റെ ഉള്ളിലുള്ള എല്ലാ സ്പേസുകളും തന്നെ നല്ല രീതിയിൽ ആവശ്യത്തിന് യൂസ് ചെയ്തിട്ടുള്ള മനോഹരമായ പുതിയ വീടാണ്. ഈ പുതിയ വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ ജില്ലയിൽ തൃശ്ശൂർ കോർപ്പറേഷൻ പരിധി കഴിഞ്ഞാൽ തൊട്ടടുത്ത പഞ്ചായത്ത് ഏരിയയിലായ മണ്ണുത്തി പടിഞ്ഞാറെ വെള്ളാനിക്കര ഭാഗത്താണ്. ബസ് റൂട്ടിൽ നിന്നും വെറും 20 മീറ്റർ മാത്രം ഡിസ്റ്റൻസിൽ പുതിയ മോഡൽ, പുതിയ രീതിയിലൊക്കെ ഡിസൈൻ വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ള വീടിൻ്റെ ഉള്ളിൽ അത്യാവശ്യം നല്ല സ്ഥല സൗകര്യത്തോടു കൂടിയ, അതുപോലെ തന്നെ നാളെയോ മറ്റന്നാളോ വർക്ക് കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന, പോളിഷ് വർക്കുകൾ മാത്രം ബാക്കിയായിട്ടുള്ള, പോളിഷ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്ന വീടിൻ്റെ മുറ്റത്ത് ആ നാച്ചുറൽ സ്റ്റോണ്, ആർട്ടിഫിഷ്യൽ ഗ്രാസിൻ്റെ ഒക്കെ വർക്ക് മാത്രം കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന, 2 ദിവസം കൊണ്ട് റെഡി ടു മൂവ് ആകുന്ന പുതിയ വീടാണ്. ഇതുപോലെ വിവിധ ബഡ്ജറ്റിൽ വിവിധ ഏരിയയിലെ സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകൾ തുടർച്ചയായി ലഭിക്കുന്നതിന് വേണ്ടി മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. ഓരോ പുതിയ വീടിനും ഓരോ പ്രത്യേകതകളുണ്ടായിരിക്കും. ചിലർക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്ന പോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ ഡിസൈൻ വർക്ക് കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടാകും. ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിൽ കണ്ടിട്ടുള്ള പാനൽ വർക്കൊക്കെ മൾട്ടിവുഡിലായിട്ടുള്ള, അതുപോലെ തന്നെ വീടിൻ്റെ പ്രധാന ഡോറ് നാടൻ തേക്കിലായിട്ടുള്ള, ഫ്രണ്ട് ഭാഗത്തെ ജനലയുടെ കട്ട്ള ഫ്രെയിം ഒക്കെ ടാറ്റ സ്റ്റീലിലും പാളികളൊക്കെയും മരത്തിലുമായിട്ടുള്ള, ബാക്കിയുള്ള ഭാഗങ്ങളിലെ ഫ്രെയിമും അതുപോലെ തന്നെ ജനൽപ്പാളിയും ഒക്കെ ടാറ്റ സ്റ്റീലിൽ വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ള, വീടിൻ്റെ ഉള്ളിൽ മനോഹരമായ രീതിയിൽ ഇൻറ്റീരിയർ വർക്ക് നടത്തിയിട്ടുള്ള പുതിയ മോഡൽ പ്രൊഫൈൽ ലൈറ്റും കാര്യങ്ങളൊക്കെ പിടിപ്പിച്ചിട്ടുള്ള, എല്ലാ ബെഡ്റൂമുകളും കബോർഡ് വർക്ക് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ള, അതുപോലെ തന്നെ പുതിയ മോഡൽ, പുതിയ ഡിസൈനിൽ എല്ലാ സ്പേസുകളും നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ടുള്ള പുതിയ വീടാണ്. ഈ പുതിയ വീട് തൃശ്ശൂർ ടൗണിന് ഏറ്റവും അടുത്തായ മണ്ണുത്തി പടിഞ്ഞാറെ വെള്ളാനിക്കര ഭാഗത്ത്, തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം 5.5 കിലോമീറ്റർ ഡിസ്റ്റൻസും, മണ്ണുത്തി സെൻറ്റർ നാഷണൽ ഹൈവേ ആ ഭാഗത്തു നിന്നും ഏകദേശം 2 കിലോമീറ്റർ ഡിസ്റ്റൻസിലും, ബസ് റൂട്ടിൽ നിന്നും വെറും 20 മീറ്റർ മാത്രം ഡിസ്റ്റൻസിലാണ് ഈ വീട് ഉള്ളത്. 5.4 സെൻറ്റ് സ്ഥലത്തിൽ 2200 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം, ആ 4 ബെഡ്റൂമും അറ്റാച്ച്ഡ്, ഒരു കോമൺ ബാത്റൂം ആയിട്ടുള്ള ഇരുനില വീടാണ്. താഴെ 2 ബെഡ്റൂം, മുകൾ ഭാഗത്ത് 2 ബെഡ്റൂം, ഈ 4 ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ്. ഈ വീടിന് ഓണർ ഉദ്ദേശിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 97 ലക്ഷം രൂപയാണ്. നേരിയ തോതിൽ മാത്രം നെഗോഷ്യബിൾ ആണ്. ഈ വീടിൻ്റെ എല്ലാ ഭാഗങ്ങളും തന്നെ, എല്ലാ സ്പേസുകളും നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ടുള്ളതാണ് എന്ന് ഞാൻ മുൻപേ പറഞ്ഞു. നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കാണാം. കോണി റൂമിൻ്റെ അടിഭാഗം, ആ സ്പേസും ഒക്കെയും നല്ല രീതിയിൽ കബോർഡ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത് ഒതുക്കി, സ്റ്റെയർ വന്ന് ലാൻഡ് ചെയ്യുന്ന ഭാഗത്ത് ഒട്ടും സ്ഥലം കളയാതെ തന്നെ, അതുപോലെ തന്നെ സ്റ്റെയർ കയറി അപ്സ്റ്റെയറിലേക്ക് കയറുമ്പോൾ സ്റ്റെയർ വന്ന് ലാൻഡാകുന്ന ഭാഗത്ത് തന്നെ ഇരിക്കുന്നതിനും, അതുപോലെ അതിൻ്റെ അടിഭാഗം വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കറിയാൻ സാധിക്കും. അതിൻ്റെ അടിഭാഗം കബോർഡ് വർക്കുകളൊക്കെ ഒതുക്കി നല്ല സ്പേസ് യൂസ് ചെയ്തിട്ടുള്ള, അതുപോലെ തന്നെ ഡൈനിങ് ഹാളിൽ നിന്ന് നല്ല ഒരു സൈഡ് ഭാഗത്തേക്ക് വാഷ് ചെയ്യുന്ന ഭാഗമൊക്കെ ഒതുക്കി കംപ്ലീറ്റ് നല്ല രീതിയിൽ, നല്ല മോഡലിലാണ് ഇതിൻ്റെ പ്ലാനും കാര്യങ്ങളും നിർമ്മിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ കിച്ചണും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നല്ല വലുപ്പത്തിലുള്ള കിച്ചണാണ്, മോഡുലാർ കിച്ചണാണ്, നല്ല വലുപ്പത്തിലുള്ള കിച്ചണാണ്. കിച്ചണോട് ചേർന്ന് തന്നെ അത്യാവശ്യം പെരുമാറുന്നതിനുള്ള സ്ഥല സൗകര്യത്തോടു കൂടി ഒരു വർക്ക് ഏരിയയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വീടാണ്. ഈ വീടിൻ്റെ അവിടെ നിന്നും ക്രിസ്ത്യൻ പള്ളിയിലേക്ക് ഏകദേശം 1 കിലോമീറ്റർ, മുസ്ലിം പള്ളി ഏകദേശം
2 കിലോമീറ്റർ, അമ്പലം ഏകദേശം 1/2 കിലോമീറ്റർ ഡിസ്റ്റൻസ്. അതുപോലെ തന്നെ നിരവധി ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് അധികം ഡിസ്റ്റൻസ് അല്ലാത്ത ദൂരത്തിലാണ് ഈ വീട് ഉള്ളത്. അതുപോലെ തന്നെ എല്ലാ ഹയർ സെക്കൻഡറി സ്കൂളുകളിലേക്കും ഈ വീടിൻ്റെ ആ ബസ് റൂട്ടിൽ തന്നെ അതാത് സ്കൂളിലേക്കുള്ള വാഹനങ്ങൾ വന്നു പോകുന്നതുമായിട്ടുള്ള ഒരു ഏരിയയാണ്. അതുപോലെ തന്നെ ഏകദേശം 2.25 കിലോമീറ്ററിനുള്ളിൽ തന്നെ ഡോൺ ബോസ്കോ കോളേജ്, ഏകദേശം 2.25 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ഡോൺ ബോസ്കോ സ്കൂള്, അതുപോലെ എല്ലാ യാത്രാ സൗകര്യങ്ങളിലേക്കും പ്രാദേശിക സൗകര്യങ്ങളിലേക്കും തൃശ്ശൂർ ടൗണിലേക്കൊക്കെ ഈസി ആയിട്ട് സഞ്ചരിക്കാൻ സാധിക്കുന്ന രീതിയിൽ വെള്ളം കയറാത്ത, വെള്ളത്തിന് ടൈറ്റില്ലാത്ത, സമൃദ്ധിയായി വെള്ളം കിട്ടുന്ന ഏരിയയിൽ വറ്റാത്ത നല്ല ശുദ്ധമായ വെള്ളം കിട്ടുന്ന കിണറുള്ള കാരണത്താൽ ബോർവെല്ലും കാര്യങ്ങളൊന്നും ആവശ്യമില്ലാത്ത, അല്ലെങ്കിൽ പൈപ്പ് കണക്ഷനും കാര്യങ്ങളൊന്നും ആവശ്യമില്ലാത്ത സെമി ഫർണിഷ്ഡ് വീടാണ്. ബസ് റൂട്ടിൽ നിന്നും 20 മീറ്റർ മാത്രം ഡിസ്റ്റൻസ് എന്ന് ഞാൻ മുൻപേ പറഞ്ഞു. ആ ബസ് റൂട്ട് പഞ്ചായത്ത് റോഡ്, അവിടെ നിന്നും ഈ 20 മീറ്റർ ഡിസ്റ്റൻസ് ഈ വീട്ടിലേക്ക് പ്രവേശിക്കുന്ന ദൂരം, അതുമാത്രമല്ല ഇത് വീടിൻ്റെ മുൻവശം കഴിഞ്ഞ് അപ്പുറത്തെ വീട്ടിലേക്ക് പ്രവേശിക്കുന്ന ആ വഴി മുഴുവനും ഓണർ കോൺക്രീറ്റ് ചെയ്ത് കംപ്ലീറ്റ് ആക്കി നല്ല സഞ്ചാരയോഗ്യമാക്കിയിട്ടുള്ള വഴിയാക്കി തരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുമാത്രമല്ല എല്ലാ വർക്കുകളും കംപ്ലീറ്റ് ആക്കുന്നതോടൊപ്പം തന്നെ നമ്പർ ഇടാൻ കൊടുത്തിട്ടുള്ളതും വളരെ പെട്ടെന്ന് തന്നെ നമ്പർ ഇട്ട് കിട്ടുന്നതുമായ 2 ദിവസം കൊണ്ട് തന്നെ എല്ലാ വർക്കുകളും കംപ്ലീറ്റ് ആകുന്നതുമായിട്ടുള്ള പുതിയ ഒരു വീടാണ്. എല്ലാ ബെഡ്റൂമുകളും തന്നെ അത്യാവശ്യം മാസ്റ്റർ ബെഡ്റൂം കണക്കാക്കുന്ന രീതിയിലാണ് നല്ല സ്ഥലസൗകര്യത്തോട് കൂടിയിട്ടാണ് വിട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ലിവിങ് ആയാലും ഡൈനിങ് ആയാലും, അതുപോലെ തന്നെ അപ്സ്റ്റെയറിലാണെങ്കിൽ നല്ല വലിപ്പത്തിലുള്ള ഹാളും സൗകര്യങ്ങളൊക്കെ തന്നെയാണ് മുകൾ ഭാഗത്ത് ഇട്ടിട്ടുള്ളത്. അപ്സ്റ്റെയറിൽ 4 ഡോറുകളാണ് വരുന്നത്. 2 ഡോറ് ബെഡ്റൂമിലേക്ക്, അതുപോലെ തന്നെ ഒരു ഡോറ് ഓപ്പൺ ഏരിയയിലേക്ക്, മറ്റൊരു ഡോറ് ബാൽക്കണിയിലേക്ക് ആയിട്ടാണ് വരുന്നത്. ഓപ്പൺ ഏരിയയിലും അത്യാവശ്യം തുണി തോരയിടുന്നതിനും വാഷിംഗ് മെഷീൻ ഇടുന്നതിനും, അതുപോലെ തന്നെ മുകൾ ഭാഗത്തേക്ക് കയറുന്നതിന് ചിലർ ഇരുമ്പിൻ്റെ കോണിയൊക്കെയാണ് വെക്കുന്നത്. ഇത് വാർക്കൊക്കെ നടത്തിയിട്ട് വെള്ളം ടാങ്കിൻ്റെ അവിടെയൊക്കെ ആയാലും സോളാർ വെക്കുന്ന ഭാഗത്തേക്കൊക്കെ അതിൽ കയറുന്നതിന് വേണ്ടി വാർക്കയുടെ തന്നെ കോണിയും കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ടഫ് ആൻഡ് ഗ്ലാസ് ഒക്കെ ഇട്ടിട്ടുള്ള ബാൽക്കണി കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അത്തരത്തിൽ എലിജിബിളായിട്ടുള്ള ആളുകൾക്ക് ഏത് ബാങ്കിൽ നിന്നായാലും വീടിൻ്റെ പ്രോപ്പർട്ടിയുടെ 85-90% ലോൺ പാസ്സാക്കി അവൈലബിളാക്കി തരുവാൻ സാധിക്കുന്ന തരത്തിലുള്ള മനോഹരമായ പുതിയ വീടാണ്. ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക. അടുത്ത ഒരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.